ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച. അതിനുശേഷമാണ് 2020 NDAയിൽ ലയിക്കുമെന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിർണായക നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് NDA മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായ നീക്കം 2020യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ശ്രീജിത്ത്, ഇതൊരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം നീക്കം നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാനിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ? സ്മിത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ BJP NDA മുന്നണി വിപുലീകരിക്കാൻ നടത്തുന്ന ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായിട്ട് വേണം 2020 എന്ന പാർട്ടിയുടെ NDAയിലേക്കുള്ള വരവിനെ കാണാൻ. NDA 2020 പാർട്ടിയുടെ നേതാവായ വ്യവസായി കിറ്റക്സ് സാബു ജേക്കബാണ് BJPയുടെ ആസ്ഥാനമായ മാരാർജി ഭവനിലെത്തി ഇപ്പോൾ NDA മുന്നണിയിൽ ചേരാനുള്ള അന്തിമ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ആ ചർച്ചയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനമാണ് അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്നത്. 2020 രാഷ്ട്രീയ പാർട്ടി കിഴക്കമ്പലം കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ എറണാകുളം ജില്ലയുടെ പലയിടത്തും അവർക്ക് സാന്നിധ്യമുണ്ട്, സ്വാധീനമുണ്ട്. അപ്പോൾ ഈ സ്വാധീനം തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി മാറുകയും NDA വിപുലീകരണമെന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഇടം നൽകുമെന്ന വിലയിരുത്തലാണ് BJP ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ എതിർത്തുകൊണ്ടാണ് 2020 കിഴക്കമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികളെ സ്വീകരിക്കുക 2020ക്കും സാധ്യമല്ല. അങ്ങനെയാണ് മൂന്നാമതൊരു ഓപ്ഷനായി BJP 2020യുടെ പരിധിയിലേക്ക് വരുന്നത്. ആ സഖ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് നാളെ സ്മിത സൂചിപ്പിച്ച പോലെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ കേരളത്തിലേക്ക് വന്ന അമൃതകീർത്തി ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കമുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.